നമ്മുടെ പല സ്വപ്നങ്ങളും ആദ്യം അസാധ്യമായി തോന്നും, പിന്നെ അവിശ്വസനീയമായി തോന്നും. എന്നാൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ അവ യാഥാർത്ഥ്യമാകും. പിച്ചവെച്ച് നടന്നു തുടങ്ങുന്ന കാലത്ത് ലോകത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും അലട്ടാതെ സന്തോഷം മാത്രം നിറഞ്ഞു തുളുമ്പുന്ന കാലത്ത്, മാലാഖമാരെ പോലെ ചിറകടിച്ച് പറന്നു കളിക്കേണ്ട കാലത്ത് ബിനോയ് ഏഞ്ചൽ എന്ന പിഞ്ചു മാലാഖയെ പോളിയോ രോഗം അവൻ്റെ ലോകത്തെ നിശ്ചലമാക്കി. അവൻ്റെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് മുന്നിലും വലിയ ചോദ്യചിഹ്നം വീണു. പോളിയോ തൻ്റെ വലതുകാലിനെ തളർത്തിയപ്പോൾ സഹതാപവും സംശയത്തിൻ്റെ തുറിച്ചു നോട്ടങ്ങളും, സ്വപ്നങ്ങൾ ഒരിക്കലും പരിമിതികളുടെ മതിലുകൾക്കപ്പുറത്തേക്ക് നടക്കില്ലെന്ന അനുമാനങ്ങളും വന്നു. എന്നാൽ ഈ കാഴ്ചപ്പാടുകളെ എല്ലാം മാറ്റിമറിച്ച ഒരു ജീവിതമായിരുന്നു പിന്നീടങ്ങോട്ട് ആ മാലാഖയ്ക്ക് വിധി സമ്മാനിച്ചത്. തൻ്റെ 13-ാം വയസ്സോടുകൂടി തൻ്റെ ഉറ്റ സുഹൃത്തുക്കളായി മാറിയ ഷട്ടിൽ കോക്കും റാക്കറ്റും ഈ ഭിന്നശേഷിക്കാരൻ എന്ന സമൂഹം തലയെഴുത്തെഴുതിയ ബിനോയിയെ കൊണ്ടെത്തിച്ചത് ദേശീയ, അന്തർദേശീയ, ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വരെയാണ്. തൻ്റെ ആത്മവിശ്വാസം കൊണ്ടും മനക്കരുത്തുകൊണ്ടും നിശ്ചലമായ ലോകത്തു നിന്നും ബാഡ്മിൻ്റൻ്റെ വിശാലമായ ലോകത്തേക്ക് മാലാഖമാരെ പോലെ പറന്നുയർന്ന ബിനോയ് ഏഞ്ചൽ. എനിക്ക് 2.5 വയസ്സ് ഉള്ളപ്പോൾ എൻ്റെ വലതുകാലിന് പോളിയോ ബാധിക്കുകയും ഞാൻ ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആകുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ സ്കൂൾ ലൈഫ് തൈക്കൂടം സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് 2 പെങ്ങന്മാരും അമ്മയും അച്ഛനൊക്കെ അവരുടെയൊക്കെ സഹായത്തോടുകൂടി ഞാൻ പതിയെ നടന്നു തുടങ്ങി. ആദ്യമായിട്ട് ഒരു ചെറിയ സൈക്കിളാണ് എൻ്റെ അപ്പച്ചൻ എനിക്ക് വാങ്ങിച്ചു തന്നത്. ആ സൈക്കിള് 3 വീലിൻ്റെ സൈക്കിളായിരുന്നു. അപ്പോൾ ആ സൈക്കിള് ചവിട്ടിയാണ് എനിക്ക് ഒരു ഇടത്തെ കാലിന് ഒരു ബാലൻസ് കിട്ടി തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഒരു സൈക്ലിങ്ങിലൊരു ചെറിയ ബാലൻസ് കിട്ടി തുടങ്ങിയതോടുകൂടി എനിക്ക് സൈക്കിളിൽ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത തെളിഞ്ഞു. അങ്ങനെ സ്കൂളിൽ ഒരു 4 വീലുള്ള സൈക്കിൾ, അതായത് 2 സൈഡും സപ്പോർട്ടുള്ള സൈക്കിൾ ചവിട്ടി തുടങ്ങി. അങ്ങനെ സാവധാനം ആ 2 സപ്പോർട്ട് എടുത്ത് മാറ്റി അതിനുശേഷം 2 വീലിൽ ചവിട്ടി തുടങ്ങാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ സ്കൂളിൽ പോകും. അതിനുശേഷം വീട്ടുകാർ എന്നെ ഈ കായിക രംഗത്തേക്ക് എനിക്കധികം സാധ്യത പറഞ്ഞിരുന്നില്ല. അവർ പറയുന്നത് പഠനമാണ് നിന്റെ പ്രധാന ജോലി, നിനക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് നീ പഠിക്കുക എന്നുള്ളതാണ് നിന്റെ പ്രധാന കർത്തവ്യം എന്നാണ് അവർ പറഞ്ഞത്. ഒത്തിരി വിഷമിച്ചാണ് അത് ഓർക്കുമ്പോഴേ അത് മറന്നു കളയും ഞാൻ. അത് ഓർക്കുമ്പോ എനിക്ക് പറ്റൂല. അത്രയും വിഷമം അനുഭവിച്ചാണ് ഇവനെ കൂടി. പോളിയോന്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തതാണ്. എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പനിയായി. കുറച്ച് കഴിഞ്ഞപ്പോ പനി വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാലി അനങ്ങണില്ല. ഒരു കാലി അനക്കാതെയപ്പോ എല്ലാവർക്കും പ്രയാസമാണല്ലോ. അവനെ ഒരു കാലി പോയില്ലേ എന്നോർത്ത്. എനിക്കാണെങ്കിൽ ഓർമ്മയില്ല. അപ്പൊ പിന്നെ എനിക്ക് ഒരു സാധനം ഇറങ്ങാതെ പിന്നെ എൻ്റെ അപ്പച്ചൻ കൊണ്ടുവന്ന് പാല് ഒഴിച്ചു തന്ന് ഇത് നീ കുടിയേരി, ഇത് കുടിയേരി. എനിക്ക് വേണ്ട, ഒന്നും കഴിക്കണ്ട, അവൻ കൊച്ചു പോയെന്നാണ് വിചാരം. അങ്ങനെ അവൻ പഠിക്കാൻ തുടങ്ങി, പാട്ട് പാടാൻ തുടങ്ങി. സ്കൂളിൽ വലിയ ഫേമസ് ആയി. ഈ പിന്നെ പദ്യചാനൽ ലളിതഗാനം പാട്ടിനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടി ഒത്തിരി പ്രൈസ് കിട്ടി. പിന്നെ ഇപ്പൊ ഷട്ടില് കളിക്കാനായിട്ട് ജർമ്മനി വരെ അവൻ പോയി. അതിന് കഴിവ് ദൈവം കൊടുത്ത്. ഒരു കാലുണ്ടാണെങ്കിൽ ഒരു കാലിന് പോയി കളിച്ച്. ഈ TV വന്നതോടുകൂടി ക്രിക്കറ്റ് കാണാനൊക്കെ തുടങ്ങിയതോടുകൂടി എനിക്ക് കായിക രംഗത്ത് ഭയങ്കര താല്പര്യം വരികയും അങ്ങനെ ഞാൻ ഈ ഓരോ ബോള് തട്ടാനും ബോൾ എറിയാനൊക്കെ, ക്രിക്കറ്റ് ബോളൊക്കെ എറിയാനൊക്കെ തുടങ്ങി. അങ്ങനെ സാധാരണ കുട്ടികളുടെ കൂടെ ചെറിയ രീതിയിലൊക്കെ കളിച്ചു തുടങ്ങിയപ്പോൾ എന്നെ കാണുന്നതായിരുന്നു, നീ പഠിക്കാനാണ് നിന്നെ ഞാൻ വിടുന്നത്, കാരണം നിനക്ക് കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് നീ എന്തുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയണ്ടായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു, കളിക്കാൻ പോകാനൊക്കെ പേടിയായിരുന്നു. എന്നിരുന്നാലും ഞാൻ അവർ ഒളിച്ചൊക്കെ കളിക്കാൻ പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ പക്ഷെ
അങ്ങനെ അപ്പച്ചൻ ഇത് കണ്ടിട്ട് ഒരു ദിവസം 2 റാക്കറ്റ്, അതായത് മരത്തിന്റെ 2 റാക്കറ്റ് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ട് നീ ഇത് വീട്ടിലിരുന്ന് തട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം ഞാൻ ബാഡ്മിന്റൺ പതിയെ സ്റ്റാർട്ടായി. ഒരു 13ാമത്തെ വയസ്സിൽ ഞാനൊരു ബാഡ്മിന്റൺ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കളിച്ച് ബാഡ്മിന്റണിലേക്കുള്ള ഒരു പാഷൻ വന്നു. അങ്ങനെ ഞാൻ പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞു, മാതൃഭൂമി പത്രത്തിൽ ജോയിൻ ചെയ്തു. കാരണം എൻ്റെ ഫാദർ മാതൃഭൂമിയിലായിരുന്നു. അങ്ങനെ മാതൃഭൂമിയിലേക്ക് എനിക്കും ഒരു ചാൻസ് വരികയായിരുന്നു. അങ്ങനെ ഞാൻ 23ാമത്തെ വയസ്സിൽ മാതൃഭൂമിയിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടു, ജോബി മാത്യു എന്ന് പറയുന്ന ആളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അയാള് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പത്രം വഴി ശ്രമിക്കുകയും ജോബി മാത്യുവിനെ കോണ്ടാക്ട് ചെയ്യാൻ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഒരു ചെന്നൈയിലൊരു ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ബാഡ്മിന്റൺ, അതായത് പാരാ ബാഡ്മിന്റൺ എന്നാണ് പറയുന്നത്. പാരാ ബാഡ്മിന്റൺ SL3 കാറ്റഗറീസ്, അതിൽ കളിക്കാനുള്ള ഒരു സാധ്യത വരികയും ഞാൻ ചെന്നൈ പോയി കളിക്കുകയും ചെയ്തപ്പോൾ കളി കണ്ടിട്ടാണോ എന്നറിയില്ല, എനിക്ക് അങ്ങനെ കേരള ടീമിലേക്ക് ഒരു ചാൻസ് വന്നു. അവിടെ കളിച്ചപ്പോൾ ഒരു 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിലും കേരള ടീമിലേക്കുള്ള ഒരു സെലക്ഷൻ എനിക്ക് വന്നു. അങ്ങനെ നീരജ് എന്ന് പറയുന്ന ഒരു ഈ കേരള ടീമിന്റെ ക്യാപ്റ്റനാണ് എന്നെ ബാഡ്മിന്റന്റെ ബാക്കിയുള്ള തലങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ കേരള ടീമിന് വേണ്ടി കളിക്കാനായിട്ട് ഒറീസക്ക് പോയ ഒരു സംഭവം കൂടി പറയാം. അതായത് ജോബി മാത്യു, നീരജ്, ഞാൻ, ബൈജു എന്ന 4 പേര് ചേർന്ന് ഞങ്ങൾക്ക് കേരളത്തിന് വേണ്ടി കളിക്കാൻ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയില്ല. അപ്പോൾ നമ്മൾ കാറിന് ഒറീസക്ക് യാത്ര ചെയ്ത ഒരു ചരിത്രമുണ്ട്. അതായത് ഒരു 2 ദിവസത്തോളം ജോബി മാത്യു കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞങ്ങൾ 4 ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കാറിൽ ഒറീസ വരെ പോവുകയുണ്ടായി. അങ്ങനെ ഒറീസയിൽ ചെന്നു. ഒറീസയിൽ ഒരു ബ്രോൺസ് അടിക്കുകയും പിന്നെ അതിനുശേഷം ഡിണ്ടിഗൽ വെച്ചുണ്ടായ ഒരു ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ വീണ്ടും ഒരു ബ്രോൺസ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ആവുകയായിരുന്നു. അങ്ങനെ ജർമ്മനിയിൽ 2013 നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കളിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. ഞാനങ്ങനെ, പക്ഷേ അത് ക്വാർട്ടർ വരെ കയറാൻ പറ്റുള്ളൂ. ചൈന അടുത്താണ് തോറ്റത്. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് എൻ്റെ ഭാര്യയാണ്. പിന്നെ എൻ്റെ 2 മക്കളുണ്ട്, അമ്മ. ഇവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു കസിൻ വഴിയായിട്ടാണ് കല്യാണക്കാര്യം വന്നത്. പക്ഷെ ആദ്യം ഒന്നും എല്ലാവരും ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അത് പ്രശ്നം എനിക്ക് വല്ല കുഴപ്പമുണ്ടാന്ന് വെച്ചപ്പോ ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല, വന്ന് കാണട്ടെ എന്നുള്ള ഇതില്. പക്ഷെ കണ്ടതിന് ശേഷം എനിക്ക് അങ്ങനെ ഒന്നും എതിർപ്പ് പറയാനോ ഒന്നും തോന്നിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നേ പറയുള്ളൂ. അത് എനിക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. എനിക്ക് ഇതുവരെ ഒരു കാര്യവും കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ടും എന്ത് വാക്കുകളോട് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഒരു ഇതുമില്ലാതെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിച്ചു പോണ്. ഇപ്പോഴും ഞാനിവിടെ ഈ സ്മാഷ് ബാഡ്മിന്റൺ അക്കാഡമിയിൽ കളിക്കുന്നുണ്ട്. ഒരു 18 പേരോളം എൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. ഒരിക്കലും ഞാനൊരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആണെന്നുള്ള ഇത് കാണിച്ചിട്ടില്ല. അവർ വിവേചനം കാണിക്കാതെ അവർ ഇപ്പോഴും എന്നെ കൂടെ കൂട്ടി ഇന്നും വരെ എന്നെ കളിക്കാൻ അവരനുവദിക്കുകയും അവരുടെ ഒപ്പം കളിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ഞാൻ ബിനോയുടെ ഒരു ബാല്യകാല സുഹൃത്താണ്. ബിനോയ് പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലെ അംഗമായിരുന്നു. നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയായിരുന്നു ബിനോയ്. അതുകൂടാതെ തന്നെ ക്രിക്കറ്റ് കളിയാണെങ്കിലും ബാഡ്മിൻ്റൺ ആണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു ബിനോയ്. ബിനോയ് ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ തലത്തിലുള്ള ഏത് മത്സരത്തിന് പോയാലും ലളിതഗാനത്തിനായാലും ഡിവോഷണൽ സോങ് ആയാലും
എന്തിലായാലും പ്രൈസ് അടിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഉള്ള പ്രൈസ് മുഴുവനും സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു ബിനോയ്. അപ്പയെന്ന് പറയുമ്പോഴേക്കും എനിക്കൊരു കൂട്ടുകാരനെ പോലെയാണ്. അങ്ങനെയാണ് എല്ലാത്തിനും സപ്പോർട്ടും. എന്ത് ചെയ്യാനും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിലെല്ലാം സപ്പോർട്ട്, എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും. എനിക്ക് എന്ത് വേണമെങ്കിലും പപ്പയെടുത്ത് തുറന്നു വരാം, ഒരു കുഴപ്പമില്ല. പിന്നെ പപ്പക്ക് അങ്ങനെ കാലിൽ വന്നിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം ഇതുവരെ ആരും ഇല്ലാത്ത പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. പപ്പേനെ കണ്ടിട്ടാണ് എനിക്ക് പാട്ട് പാടാൻ വേണ്ടി എനിക്ക് തുടങ്ങിയത്. കുഞ്ഞിനാൾ പോലെയാണ് എപ്പോഴും പപ്പ ഇങ്ങനെ പാടണ കേട്ടിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങളിപ്പോ ഒരുമിച്ച് പാട്ടൊക്കെ പാടാറുണ്ട്. ഇത് വീഴ്ചകളെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യന്റെ കഥയാണ്. ബിനോയ് ഏഞ്ചൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പരിമിതികൾ ശരീരത്തിലല്ല, അവയെ അംഗീകരിക്കുന്ന മനസ്സിലാണ്. സ്വപ്നങ്ങളുണ്ടെങ്കിൽ, ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ ഏത് കോർട്ടും നിങ്ങളുടേതാണ്, ഏത് ലോകവും കീഴടക്കാനാകും. എന്റെ അപ്പ സൂപ്പറാണ്.